പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആദം നടിയനാട് എന്ന് പറയുന്ന ആദം മാഷ്, ആദം കൈ, കേരള മാപ്പിളകല അക്കാദമി കേന്ദ്ര കമ്മിറ്റിയും പുത്തൂർ കൊയിലാട് റിഫായ സെന്ററും ന്യൂസ് 20 ചാനൽ എളേറ്റിലും കൂടി സംഘടിപ്പിക്കുന്ന രണ്ടാം അനുസ്മരണ പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ആദം കൈയെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ചെറുതാവുന്ന കാലത്ത് ഹസൻ നടിയനാടിൻ്റെ ഒരു പാട്ട് എനിക്ക് കിട്ടി. ഞാൻ അദ്ദേഹത്തെ മുജീബിൻ്റെ കൂടെ, ആ മുജീബ് എവിടെയാണെന്നും കൂടി പറയില്ല, ചെറിയ കുട്ടിയായിരുന്നു അവൻ പറഞ്ഞ ഹസൻ നടിയനാട് മൂർക്കം കൊണ്ടിൽ ഒരു പീഡിയൻ്റെ മുകളിലാണുള്ളത്, നമുക്ക് അവിടെ പോകാം, എന്നിട്ട് പാട്ട് പഠിക്കാമെന്ന് പറഞ്ഞ് ഞാൻ വന്നു. ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളി പോകാതാണ് അന്ന് വന്നു. അന്ന് ആദംകായാണ് ആദ്യം എൻ്റെ വെള്ളിയാഴ്ച പള്ളി പോകാത്തത് കൊണ്ട് ദേഷ്യം പിടിച്ചതും കുട്ടിയസമാശ് പള്ളി കൊണ്ടുപോയതും ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു ഹാർമോണിയവും ഒരു തബലയും ഈ കുട്ടിയസമാഷും ആദംകായും കൂടി എൻ്റെ വീട്ടിലേക്ക് വരിക ഒരു ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. ഞാനാണെങ്കിൽ കളിക്കാനും സ്കൂളും മദ്രസിലൊക്കെ പോകാൻ നിൽക്കുമ്പോഴാണ് വരവ്. അന്ന് പെട്ടിയൊക്കെ തലയൊക്കെ കയറ്റി കൊണ്ടുവരാൻ അതൊക്കെ കുട്ടിയസമാഷ വീടിൻ്റെ അടുത്തുള്ള ഒരാളുണ്ടായിരുന്നു. അങ്ങനെ ഇവർ വന്നു, വാപ്പ എന്നെ വിളിച്ചു നോക്കുമ്പോൾ ഞാനതോ കളിസ്ഥലത്താന്ന് പറഞ്ഞു. അങ്ങനെ ആദംകായാണ് എന്നെ വന്ന് കൈ പിടിച്ച് കൊണ്ടുപോകാൻ എൻ്റെ വീട്ടിൽ കുത്തിരുന്ന് ഇത് പഠിപ്പിച്ചതും. അത് ആ പാട്ട് അന്നും ഇന്നും എനിക്ക് ഇപ്പോഴും ഓർമ്മ. ആ പാട്ട് അല്ലാഹുവിൻ തിരുനാമം വിരുത്തി അൽഹംദു സർവവും ഓതി പുകഴ്ത്തി ചൊല്ലിത്തുടങ്ങുന്നി ഗാനങ്ങൾ വാഴ്ത്തി ജയമേകാനിരു കൈകൾ നാൽപോട്ടുയർത്തി. ഇത് ഹസൻ നടിയനാട് അവിടെ നിന്ന് എഴുതിയതാണ്. ഈ പാട്ടിൻ്റെ വീട്ടിൽ നിന്ന് എഴുതി ആദംകായും കുട്ടിയസമാഷ എന്നെ പഠിപ്പിച്ചു. ഞങ്ങൾ ആ മഹാനെ അനുസ്മരിക്കുകയാണ്. രണ്ടാമത്തെ ആണ്ടിൻ്റെ ദിവസമാണിന്ന്. രണ്ടാം അനുസ്മരണ സമ്മേളനമാണ്. എൻ്റെ സുഹൃത്ത് ഫസൽ കൊടുവള്ളി, കൂടാതെ അബൂബക്കർ സാഹിബ് എളേറ്റിൽ, കൂടാതെ സുഹൃത്തുക്കളെല്ലാം വന്നിട്ടുണ്ട്. ഈ അനുസ്മരണം ഞങ്ങൾ ഒന്നിന് വരണമെന്ന് പറഞ്ഞ് നിൽക്കുകയും സുബൈർ സാഹിബ് വന്നു, ബിസി ആയതുകൊണ്ട് രണ്ടാമത്തേന് വന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ സ്മരണയും ഈ വിയൻകുട്ടി മാഷ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ച് നമ്മൾ കളിക്കും പോലെ, നമ്മൾ പറയും പോലെ എല്ലാ സ്മരണകളും ഞങ്ങൾ ഇനി ഇവിടെ വരും. എല്ലാ വർഷവും ആദംകായിനെ അനുസ്മരിക്കും. ആദംകായ് ഒരു ദിവസം ബസ്സിന്ന് ഞങ്ങൾ ഓമശ്ശേരി എന്തോ ഒരു പരിപാടി കഴിഞ്ഞേരം ചോദിച്ചു. ഞാൻ കാസർഗോഡ് ഒരാൾക്ക് ആദരിച്ച മൂപ്പര് അവിടെ പോയപ്പം പത്രത്തിൽ വായിച്ചു. അന്ന് ആ വായന കണ്ടിട്ട് ആദംകായ് എന്നോട് ചോദിക്കുകയും ചെയ്തു, ഞങ്ങളൊക്കെ ഇങ്ങനെ മരണപ്പെട്ട ഞങ്ങൾ വന്ന് അനുസ്മരിക്കാമെന്ന്. കളിയിലാണ് ചോദിച്ചതെങ്കിലും അതിന്ന് അള്ളാഹ് പൊരുത്തപ്പെട്ട് കാര്യത്തിലാക്കി മാറ്റി. എല്ലാവരും മരണപ്പെടും, പക്ഷെ അനുസ്മരണമോ സ്മരണയോ എല്ലാവർക്കും എന്നും ഓർമ്മ ഉണ്ടായിരിക്കൊള്ളുന്നില്ല. ഞാനിപ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത്, ഡെത്ത് സർട്ടിഫിക്കറ്റ് വിയൻകുട്ടി മാഷതും കേസിൻ്റെതും മൂസറിനോളിൻ്റെ ഒക്കെ വാങ്ങി, ഇയർ മൂവ്മെൻ്റ് ഒക്കെ. ഇനിയും കുറേ ആളുടെ കിട്ടാൻ ഇവരോട് ചോദിച്ചു, വെറുതെ ഓരോ അയച്ചു തന്നില്ല. എനിക്ക് കിട്ടുന്ന നെറ്റിൽ നിന്ന് കിട്ടുന്ന രൂപത്തിൽ ഞാൻ എടുത്ത് നമ്മളോട് മറന്നു പോയത് ഡേറ്റൊക്കെ. അതുണ്ടെങ്കിൽ ആ ഒരു ഫയൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് അത് നോക്കിയിട്ട് സ്മരണ പുതുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സർവശക്തനായ അല്ലാഹുവിനോട് ഈ പാവത്തിന് സ്വർഗത്തിലൊരു ഇടം കൊടുക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി ഫസൽ കൊടുവള്ളി എനിക്ക് ധാരാളം പാട്ട് എഴുതി തന്ന ആളാണ്. അദ്ദേഹത്തെ 2 വാക്ക് പറയാൻ ക്ഷണിക്കുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആലിക്കുട്ടി സാഹിബ് കുന്നമംഗലം, അതുപോലെ പ്രിയപ്പെട്ട അബൂക്കർ സാഹിബ്, കുട്ടിയസൻ എൻ്റെ അടുത്ത് മറ്റൊരു സുഹൃത്താണ്. അതുപോലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, ആദം നടിയനാട് അല്ലെങ്കിൽ ആദം മാഷെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്നത്, ഞാൻ
ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഹൈസ്കൂളിൽ നിന്ന് മാപ്പിളപ്പാട്ടിന് മത്സരിക്കാൻ വേണ്ടിയിട്ട് അക്കാലത്ത് അദ്ദേഹം MJ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ചെയ്യുന്ന കാലഘട്ടമായിരുന്നു. അന്ന് എൻ്റെ ക്ലാസ്സിൽ അധ്യാപകനായിട്ടുള്ള തോമസ് മാഷ് പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട ആദം മാഷോട് പറഞ്ഞാൽ ഒരു പാട്ട് സെറ്റ് ചെയ്തു തരും, അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി. അങ്ങനെ ട്രഡീഷണൽ പാട്ട് കുറെ കേട്ട് പരിചയം എന്നല്ലാതെ ഒരുപാട് പാടിയിട്ടൊന്നും എനിക്ക് പരിചയമില്ല. അങ്ങനെ ആദം മാഷ് എനിക്ക് ഇന്ന് ഞാൻ ഓർക്കുന്നു, വമ്പുറ്റ ഹംസ റളിയല്ല ചാടി എന്നുള്ള ഈ ഗാനത്തിന്റെ ഒരു രചന, ലിറിക്സ്, വരികൾ എനിക്ക് അദ്ദേഹം തിരഞ്ഞെടുത്ത് തരികയും അങ്ങനെ ആ പാട്ട് ഞാൻ മത്സരത്തിന് പാടുകയും സബ് ജില്ലയിൽ പാടാൻ മത്സരിക്കുകയും അക്കാലത്ത് എനിക്ക് സബ് ജില്ലയിൽ നിന്ന് പ്രൈസ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിൽക്കാലത്ത് അള്ളാഹുവിന്റെ ഓരോരോ കണക്കുകളാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മാപ്പിളപ്പാട്ടുമായി മാപ്പിള കലകളുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് കാലം സഞ്ചരിക്കാനും വിധി നിർണയത്തിന് ജഡ്ജ്മെന്റിനൊക്കെ പോകാനും ഒപ്പന അതുപോലെ മാപ്പിളപ്പാട്ട് ഇത്തരം പരിപാടികൾക്കൊക്കെ പല സ്ഥലങ്ങളിൽ ക്യാമ്പുകളിൽ പങ്കെടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. മാത്രമല്ല അദ്ദേഹം കലകളുടെ അല്ലെങ്കിൽ കല പരിപോഷിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, ഗവേഷണം നടത്തുന്ന ഒരു കലാകാരൻ എന്നതിലുപരി നല്ല മനസ്സുള്ള സ്നേഹനിധിയായ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെയുള്ള യാത്രകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില തമാശകളിൽ പോലും വലിയ പാഠങ്ങൾ ഉണ്ടായിരുന്നു. അലിക്കുട്ടി സാഹിബിനെ അറിയാം, ഒരുപാട് ഞങ്ങൾ പല സമയത്തും പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം പറയുന്ന ചെറിയ ചെറിയ തമാശകളൊക്കെ അർത്ഥമുള്ള അല്ലെങ്കിൽ ഗുണപാഠങ്ങളുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുമായിരുന്നു. മാത്രമല്ല ജീവിതത്തിൽ ആൾക്കൂട്ടത്തിൽ തനിയെന്നൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് എന്താ പറയുക, അത്രയും ജനസഞ്ചയത്തിന്റെ കലാകാരന്മാരുടെ ഇടയിലൊക്കെ അദ്ദേഹം ഏകനാണെങ്കിലും ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയുമെങ്കിലും പക്ഷെ അദ്ദേഹം വളരെ കലയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തില് അദ്ദേഹത്തിന്റെ പ്രതിഭയിൽ അദ്ദേഹം മുകളിൽ തന്നെയായിരുന്നു. ഒരുപാട് പേർക്ക് പാട്ടുകൾ പറഞ്ഞു കൊടുക്കാനും അതുപോലെ ഒപ്പന പോലെയുള്ള കലാരൂപങ്ങൾക്ക് ഒരുപാട് സഹായങ്ങളും ഒരുപാട് ശിഷ്യഗണങ്ങളും ഉള്ള ആളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം നൽകിയ മാപ്പിളപ്പാട്ടിനും ഒപ്പനയ്ക്കും അദ്ദേഹം നൽകിയ സംഭാവനകൾ പറഞ്ഞാൽ മതിയാവില്ല, അല്ലെങ്കിൽ തീരില്ല. മാത്രമല്ല ഈ നാടിന്, നെടിയനാട് എന്ന നമ്മളെ ഈ പ്രദേശത്തിന് അദ്ദേഹം ഒരുപാട് പേരും പ്രശസ്തിയും നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മാത്രമല്ല സംസ്ഥാന സ്കൂൾ വിധി നിർണയ ജഡ്ജിമാരിലെ വിധി നിർണയത്തില് ജഡ്ജായിക്കൊണ്ട്, വിധികർത്താവായിക്കൊണ്ട് വർഷങ്ങളോളം അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സൗഹൃദങ്ങളും ബന്ധങ്ങളും അങ്ങനെ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, ഹാർമോണിയവുമായി നടക്കുന്ന കാലം, പാട്ട് പഠിക്കാൻ പോകുന്ന കാലത്ത് അന്ന് ഇത് പഠിക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ സാഹചര്യങ്ങളിലൊന്നും അത് അത്ര അനുവദിക്കുന്ന കാലമല്ല. എന്നിട്ടും വളരെയധികം അദ്ദേഹം റിസ്ക് എടുത്ത്, ഇക്കാലത്ത് അങ്ങനെയല്ല, ഇക്കാലത്ത് മീഡിയകളൊക്കെ വന്ന് പാട്ട് പാടണമെന്നും കുട്ടികളെ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ തന്നെ മുന്നോട്ട് വന്ന് പഠിപ്പിക്കാൻ പോകുന്ന ഒരു കാലമാണ്. അന്ന് ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹം ഹാർമോണിയൊക്കെ പെട്ടിയുമായി നടന്ന് പഠിച്ചപ്പോൾ അന്നൊക്കെ ഉള്ളിൽ അദ്ദേഹത്തിന്, പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്ന് കഷ്ടപ്പെട്ട് അതുപോലെ ഒരുപാട് സാമ്പത്തികം ഇല്ലാത്ത കാലത്തും ഇതിനു വേണ്ടി സമ്പത്ത് ചെലവഴിച്ചതിന്റെ പ്രതിഫലം അല്ലെങ്കിൽ അതിന്റെ തിരിച്ചറിവും അതിന്റെ തിരിച്ചു കിട്ടലും ഈ കാലഘട്ടത്തിലാണ് എനിക്ക് കിട്ടുന്നതെന്നും അതിന്റെ അംഗീകാരങ്ങളും ഒക്കെ കിട്ടുന്നത് ഇപ്പോഴാണെന്നും അതുപോലെ അന്ന് കഷ്ടപ്പെട്ടതിന്റെ അതിന്റെ ഒരു ഫലം എനിക്ക് ഈ കാലഘട്ടത്തിലാണ് കൂടുതൽ കിട്ടിയതും ഇപ്പോൾ ഞാൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുന്ന ആളുകൾ വിളിക്കുന്നതും വിധി നിർണയത്തിന് വിളിക്കുന്നതും ഒപ്പന പാട്ടുകളെ കുറിച്ച് അറിയാൻ വിളിക്കുന്നതും ശിഷ്യന്മാരെ വിളിക്കുന്നതും ക്യാമ്പിന് വിളിക്കുന്നതും അങ്ങനെ ഓരോ പരിപാടിക്ക് വിളിക്കുമ്പോഴും അല്ലെങ്കിൽ കലയുമായി ബന്ധപ്പെട്ട ഓരോ പ്രവർത്തനങ്ങൾക്ക് വിളിക്കുമ്പോഴും അത് അന്നത്തെ കഷ്ടപ്പാടിന്റെ ഫലമായിരുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാനിവിടെ മറ്റൊരു കാര്യം അനുസ്മരിക്കുന്നത് അലിക്കുട്ടി സാഹിബിന്റെ ഈ പ്രവർത്തനങ്ങളാണ്. അദ്ദേഹം ആദം മാഷക്ക് ഒരു അംഗീകാരം കൊടുക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും അങ്ങനെയാണല്ലോ, പ്രതിഭകളുടെ കാര്യത്തിൽ അങ്ങനെയാണ്, ജീവിതകാലത്ത് പലരും മറന്നുപോവുക, അല്ലെങ്കിൽ സമൂഹം അങ്ങനെയാണ്, ചുറ്റുപാട് അങ്ങനെയാണ്, ആദരിക്കാനും അംഗീകരിക്കാനും ഒക്കെ മറന്നുപോകും. പക്ഷെ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹം ഓടിയെത്തി. അന്ന് ഞാനും ആ ഫംഗ്ഷനിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇവിടുന്ന് ആദരിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ
പ്രതിഭകളായ ആളുകൾ എവിടെയുണ്ടോ അവരൊക്കെ കണ്ടറിഞ്ഞ് ഫോൺ വിളിച്ച് അല്ലെങ്കിൽ വിളിച്ച് വരുത്തി എന്ന് തന്നെ പറയില്ല, അങ്ങനെ സ്നേഹത്തോടു കൂടി വിളിക്കും. അപ്പൊ ആലിക്കുട്ടി സാഹിബിന്റെ ഫോൺ വിളികൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല എന്നൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ പ്രോത്സാഹനം, പ്രതിഭകളെ പരിഗണിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി, അതിനെയും ഞാൻ പ്രത്യേകം സന്തോഷത്തോടു കൂടി ഓർത്തുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകം സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ അറിയിച്ചുകൊണ്ട് ആദമാഷിന്റെ പ്രവർത്തനങ്ങളെയും അദ്ദേഹത്തിന്റെ കലാപ്രവർത്തനങ്ങളെയും ഒരിക്കൽ കൂടി ഈ രണ്ടാം ആണ്ടിലും ഞങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് കേരള മാപ്പിള കലാ അക്കാദമി കേന്ദ്ര കമ്മിറ്റി നടത്തുന്ന ഈ അനുസ്മരണ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അലിക്കുട്ടി സാഹിബിനെ ഞാൻ മൈക്ക് കൈമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം ദൂരദർശൻ വരുന്നതിന് മുമ്പ് മദ്രാസിൽ കൈരളി എന്ന ഒരു ചാനല് എന്നെ വിളിച്ചു പാട്ട് പാടാൻ. അത് KCയുടെ കെയർ ഓഫിൽ വിളിച്ചതാണ്. ഞാൻ പോയി. അന്ന് പഠിപ്പിച്ചതും അവിടേക്ക് വേണ്ടി പഠിപ്പിച്ചതും കുട്ടിയസമാഷ പാട്ടും ആദംകായ് മ്യൂസിക് ചെയ്തും പഠിപ്പിച്ചത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. 100-100ഓളം പാട്ടുകൾ ഞാൻ റേഡിയോയിലും TV-യിലും പാടിയിട്ടുണ്ട്. അതിൽ 3/4 ഭാഗം പാട്ടുകളും ആദംകായും കുട്ടിയസമാഷും പഠിപ്പിച്ചു തന്നതാണ്. അതിനുശേഷമാണ് കോഴിക്കോട് അബൂബക്കറും ബാപ്പുവള്ളി പറമ്പൊക്കെ എന്നെ പഠിപ്പിച്ചത്. ഈ അനുസ്മരണം ഞാൻ പ്രത്യേകം നടത്താൻ കാരണവുമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വാക്കാണ്. കാരണം വെറുതെ കളിയിൽ ചോദിക്കുക ബസ്സിന്ന്, ഞങ്ങളൊക്കെ ഇങ്ങനെ ആയാൽ നിങ്ങൾ വരുമോ, ഞങ്ങളുടെ പരിസരത്ത് എത്തും. ആരും അങ്ങനെ ചെയ്യാറില്ല. കാരണം പലരും മറന്നു പോകുന്ന ഗായകരൊക്കെ ഇപ്പോഴും ഉണ്ട്. വലിയ ടോപ്പായി നിന്ന ആവശ്യാഭിഗത്തിനൊന്നും ആർക്കും അറിയില്ല. ഇപ്പം ഞാൻ അവരെ വീട്ടിൽ പോകും, ചാനലിനെ വിളിക്കും. പ്രാദേശികമായിരിക്കും, കൈരളിക്കാലൊക്കെ വരും. പക്ഷെ അതിനുള്ള സൗകര്യമൊന്നും ഇന്നും ആവശ്യാഭിഗത്തിന്റെ വീട്ടിലില്ല. ചെറിയൊരു 4 സെന്റിലൊരു വീട്. പക്ഷെ ഓലക്കാര 4000 ഏക്കറെ കൊണ്ടുവെക്കാൻ പറ്റുന്ന ശബ്ദവും കാതികവുമായിരുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ വില്ലേജ് ഓഫീസർ അബൂബക്കർ സാഹിബ് 2 വാക്ക് സംസാരിക്കും. സുഹൃത്തുക്കളെ, ആദം സാഹിബിന്റെ 2ാമത്തെ ആണ്ടാണ്. ഇവിടെ പറഞ്ഞിട്ട് 2 വർഷമായി. നമ്മള് നാട്ടിലുള്ള കലാകാരന്മാരും അല്ലാതെയും അവർക്ക് വേണ്ടതായൊരു അർഹതയൊന്നും കൊടുത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അന്ന് നമ്മൾ അഭിപ്രായപ്പെട്ടിരുന്നു, എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, ഒരു ഉപഹാരമൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കാണെങ്കിലും സുഖമില്ലാതായതും മരിച്ചതൊക്കെ. ഒപ്പന കലയിൽ ഒരു വിസ്മയം തീർത്ത ഒരു കലാകാരനാണ് ആദം സാഹിബ്. എനിക്ക് അദ്ദേഹത്തോട് വലിയൊരു കടപ്പാടുണ്ട്. ഞാൻ 5ാം ക്ലാസ് പഠിക്കുന്ന കാലത്താണ് പട്ടേരി വോയിസിൽ ഇങ്ങനെ പെട്ടി എടുത്തു കൊണ്ടുവെക്കാനും ഹാർമോണിയൊക്കെ എല്ലാവരും പോയതിന് ശേഷം അതൊക്കെ സാരീഗമ അതെല്ലാം വായിച്ച് ഇങ്ങനെ പഠിച്ചത്. എനിക്ക് പറഞ്ഞു തന്നത് മൂപ്പരാണ്. ഇങ്ങനെ വായിക്കണം, അങ്ങനെയാണ് ഇതിന്റെ ബാലപാഠങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്നത് ആദം സാഹിബാണ്. എന്നെ പാട്ട് പഠിപ്പിച്ചത് ഹസൻ നടിയനാണെങ്കിലും നല്ലൊരു പങ്ക് ആദം സാഹിബിനുണ്ട്. കാരണം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ചോദിക്കാറായിരുന്നു ഞാൻ. അങ്ങനെയാണ് എഴുതി തെളിഞ്ഞത്. അപ്പോ പിന്നെ ഒന്ന് പറയാനുള്ളത്, അർഹമായ ഒരു അംഗീകാരമൊന്നും ആദം സാഹിബിനും കിട്ടിയിട്ടില്ല. നല്ല ഉയരത്തിലുള്ള ഒരു കലാകാരനാണെങ്കിലും അങ്ങനത്തെ ഒരു വലിയൊരു അംഗീകാരങ്ങളൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു ഗുണമുള്ളത്, മൂപ്പര് തീരെ ഒരു അഹങ്കാരമില്ലാത്ത ഒരാളായിരുന്നു. ഞാനൊരു കലാകാരനാണെന്നോ, ഇപ്പൊ അങ്ങനെയാണല്ലോ, ചെറിയൊരു കലയുടെ ഒരു വാസന ഉണ്ടെങ്കിലും ഞാൻ എല്ലാം തികഞ്ഞവരാണ് എന്നുള്ള ചില ആൾക്കാരെ ഇതിലൊക്കെ കാണാൻ പറ്റും. അതൊന്നും ഇല്ലാത്തൊരു എളിയ കലാകാരനായിരുന്നു അദ്ദേഹം. അൽബിഡ് സാഹിബ് പറഞ്ഞ പോലെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുകയും ഒരു നല്ല തമാശ പറയുന്ന ഒരാളായിരുന്നു. എന്ത് പ്രയാസപ്പെട്ട് നമ്മൾ വന്നാലും മൂപ്പര് തമാശ കേട്ടാൽ നമ്മൾ സന്തോഷിച്ചേ മടങ്ങി പോകും. അങ്ങനത്തെ ഒരു വ്യക്തി കൂടിയായിരുന്നു. ഏതായാലും ഈ 2ാം ആണ്ടിന്റെ ദിവസമെങ്കിലും നമ്മൾക്ക് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ അലിക്കുട്ടി സാഹിബിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് എൻ്റെ ഭക്തിഗാനം, പാട്ടുകൾ നേരത്തെ എഴുതിയിട്ടുണ്ടെങ്കിലും ഭക്തിഗാനം റേഡിയോയിൽ ആദ്യമായിട്ട് 25 വർഷം മുമ്പ് കിളിയെ നമുക്കൊന്ന് റൗലയിൽ പോകണ്ടേ എന്നുള്ള പാട്ട് പ്രക്ഷേപണം ചെയ്ത സമയത്ത് ഒരു ലെറ്ററിൽ, അന്ന് ഇല്ലണ്ടിലല്ല എഴുതി, ഒരു ഇല്ലണ്ട് എനിക്ക് വന്നു. കാർഡ് എനിക്ക് വന്നു. ആലിക്കുട്ടി സാഹിബ് അഡ്രസ്സൊക്കെ വെച്ചിട്ട്. ഞാൻ അറിയുന്നില്ല ആളെ ആരാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ വായിച്ച് ആ ഫോണിൽ ബന്ധപ്പെട്ട സമയത്താണ് ആലിക്കുട്ടി സാഹിബാണ്, കുന്നമംഗലത്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ എന്നെ അന്ന് മുതൽ
എനിക്ക് എല്ലാ പ്രോത്സാഹനം തന്ന് എന്നെ പോറ്റിയ ആളാണ്. എല്ലാ കലാപരമായിട്ടുള്ള പ്രോത്സാഹനങ്ങളും തന്ന് അഭിനന്ദനങ്ങളും തന്ന് അവാർഡുകൾ തന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ എനിക്കും അവസരം തന്നതിലും ഞാൻ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. അദൻകൈയുടെ നിര്യാണത്തിൽ നിങ്ങൾക്കൊക്കെ വളരെ വിഷമമായി പോയിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും അദൻകായ് ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നല്. പക്ഷേ എവിടെ പോയാലും പട്ടോളിയാന്ന് പറഞ്ഞാല് അദൻകായിന്റെ നാട്ടിലല്ലേ എന്നാ ചോദിക്കല്. പക്ഷേ ഇവിടെ നമ്മൾക്ക് അദൻകായ് മുറ്റത്ത് മുല്ലക്ക് മണല്ല എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷെ എവിടെയും അറിയപ്പെടുന്ന ആളായിരുന്നു. 2 വർഷം കഴിഞ്ഞത് വരെ നമുക്ക് അറിഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഖബറ് സ്വർഗത്തോപ്പായി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അപ്പോ ആദൻകായിനെ ഓർമ്മിക്കുകയാണ്. ആ കൂട്ടത്തില് നമ്മളിന്ന് ഒരുമിച്ച് കൂടിയതിന്റെ ഒരു ചെറിയൊരു മധുരം എന്നുള്ള നിൽക്കാൻ കുറച്ച് വരികൾ പാടാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഞാൻ നേരത്തെ പറയാൻ വിട്ടത്, ഞാൻ ആദ്യമായി മത്സരമാപ്പിളപ്പാട്ട് എഴുതിയപ്പോൾ എൻ്റെ രചന പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആദമ്മാക്ഷരത്തായിരുന്നു വന്നത്. അപ്പം അതൊക്കെ വായിച്ച് എന്നോട് അദ്ദേഹം പറഞ്ഞു, ഈ മത്സരമാപ്പിളപ്പാട്ടിൽ സാധാരണ കാണുന്ന ഒരു തിരിയായ്മയുണ്ട്, അതെന്റെ പാട്ടിലാണ് അങ്ങനെ കാണുന്നില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അവാർഡായിട്ടാണ് തോന്നിയത്. അപ്പൊ എൻ്റെ അടുത്ത് നീ എഴുതുന്ന മത്സരമാപ്പിളപ്പാട്ട് കുറച്ച് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നും എൻ്റെ മനസ്സിൽ ആ വാക്കുണ്ട്. അതിനകത്ത് പറയാൻ വിട്ടുകഥ. അപ്പൊ ഏതായാലും 2 വരി ഈ സന്തോഷത്തിന് വേണ്ടി മാത്രം ഞാൻ പാടുകയാണ്. നേരെന്തെന്നറിയാതെ പിഴച്ചു ഞാൻ നടന്ന്, നേർവഴി കാട്ടിപ്പിഴവെല്ലാം പോറുത്തിടണേ, നീറുന്ന മനസ്സിൽ നീ കുളിർ വീശിത്തരണേ, ഞാമത്തും ബറക്കത്തും നീറക്കെന്റെ പരനെ, പരമദയാപരനായൊരു സുബ്ഹാനേ, എൻ കൽബിനുള്ളിൽ പടരും വേദന തീർക്ക് നിറകുമാനേ, അല്ലാഹുവല്ലാതാരുമില്ലൊരു രക്ഷ എനിക്ക്, ലാദിയോനെ ഇന്നെനിക്ക്, കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനെ, എന്റെ കരളിന്റെ ഉരുക്കങ്ങൾ അറിഞ്ഞോ നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനെ, ആകാശം ഭൂമിയെല്ലാം പടയ്ത്ത് നീ ഭരിത്ത്, അളവറ്റോരത്ഭുതങ്ങൾ അവയിൽ നീ നിറച്ച്, എല്ലാം നിൻ കുതിരത്തിൻ കരങ്ങളർക്കാനിട്ട്, അല്ലാഹിൻ ഖദീറോർത്തിട്ടെന്റെ മാനം തുടിത്ത്, എത്തിര അനന്തഗോളങ്ങൾ ഈ ദുനിയാവില് കണ്ണിനു കാണാത്തായിരം തന്ത്രങ്ങൾ, എല്ലാം അമൈത്ത് പോറ്റിയിടും പെരിയവനല്ല, ആലമുൽ ഗൈബായവനല്ല, കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനെ, എന്റെ കരളിന്റെ ഉരുക്കങ്ങൾ അറിഞ്ഞോ നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനെ. പ്രിയപ്പെട്ടവരെ, ആദം നടിയനാടിന്റെ അനുസ്മരണത്തിൽ ആദം കൊടുവള്ളി 2 വാക്ക് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിരുന്നു ആദം നടിയനാട്. വളരെ നേരത്തെ തന്നെ ഞാൻ ഈ കലാരംഗത്തേക്ക് വരുമ്പോൾ തന്നെ ആദ്യമായി പരിചയപ്പെട്ട കൂട്ടത്തിലുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. വളരെ സൗമ്യമായി സംസാരിക്കുകയും ചോദിക്കുന്നതിനൊക്കെ വളരെ നല്ല രൂപത്തിൽ മറുപടി തരികയും ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കി തരികയും ചെയ്തിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ആദം സാഹിബിന് അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം അദ്ദേഹത്തെയും നമ്മെയും
പടച്ച തമ്പുരാൻ അവൻ്റെ നിരവധി നിയമത്തുകളാൽ നിറക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിപ്പിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമായിട്ട് മത്സരപ്പാട്ട് രചന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എഴുതിയ സമയത്ത് ആദ്യമായിട്ട് ഞാൻ വന്നത് ആദമ്മാഷ് അടുത്തായിരുന്നു നോക്കാൻ വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞല്ലോ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് എഴുതിയ ഫസ്റ്റിൽ ആദ്യമായിട്ട് എഴുതിയ രചനയുടെ കുറച്ച് ഭാഗം ഒന്ന് ഞാൻ ഇവിടെ ആലപിക്കാം. ഈ എഴുതിയൊരു പാടുമ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, എന്നാലും പാടാൻ ശ്രമമാണ്. ഓക്കെ, യൂസഫ് ഹിസൈലിനടുത്ത് ഏതാനും വരികളാണ്. കെസ് ഇടമുറക്കം ഇശലാണ് എഴുതിയത്. അതുകൂടി പക്ഷേ ചിന്താര ചെങ്കതിർ ചുണ്ടരി ചിങ്കരിയാൾ ദുലൈഹാബി ചെന്താരക്കുഴലിലിഷ്കിൻ ബഹറല കുതി കുതിച്ചേ മന്ദാരം പിന്തിടും ചന്തമിൽ മുന്തി മികന്തൊളി യൂസുഫുറന്നബി മതിമാനിൽ മതിത്ത ബിന്തദ ശഹ്ബത്തൽ മദം പുളച്ചേ അന്തിരമന്തിരമന്തരമെന്തൊര തന്തിരമെന്തിട രാജസ്വരൂപി അഹസനുൽ ഖസസിലെ അശകിന കനിന്ത് ഖസദുരത്തേ അഹസനുൽ ഖസസിലെ അശകിന കനിന്ത് ഖസദുരത്തേ ഉരത്തവൾ തടമ്മില്ലേശിടും മോശ ഹേശനേശം പേശിടും പോൽ മിസറിയിലെ ആരസരഹസിയ സീറബിന്തിടലായി മിസറിലെ ആരസരഹസിയ സീറബിന്തിടലായി ചിന്താര ചെങ്കതിർ ചുണ്ടരി ചിങ്കരിയാൾ സുലൈഹാബി ചെന്താരക്കുഴലിലിഷ്കൻ ബഹറല കുതി കുതിച്ചേ മന്ദാരം പിന്തിടും ചന്തമിൽ മുന്തി നികന്തൊളി യൂസുഫുറന്നബി മതിമാനിൽ മതിത്ത ബിന്തദ ശഹ്ബത്തൽ മദം പുളച്ചേ ബിന്ദിയുടെ പെണ്ടിവളണ്ട് മണ്ടിയടുത്ത് പിടുത്ത് കമീസേ ബണ്ടോടി ചെണ്ടത് ഖണ്ഡിത വിധത്തിലെ പരിശേ ബിന്ദിയുടെ പെണ്ടിവളണ്ട് മണ്ടിയടുത്ത് പിടുത്ത് കമീസേ ബണ്ടോടി ചെണ്ടത് ഖണ്ഡിത വിധത്തിലെ പരിശേ കണ്ടാറക്കുതുകുലമണ്ട് കെണ്ടരസീസുടൻ മുന്തിട നിമിഷം കൊണ്ടോറന്ന ജബില നിജമില ചിറന്തതായ അരിശം അരിശത്തലബിസിടൻ അരുവിയളരുളിയെ അളകരം തിരുനബിയേ അശകിയൽ മുതുബീറെ മനമതിൽ മുഷിത്ത് അരന്തരുൾ മശക്കത്തൽ മിഷിമിഷൻ ജുഗത്ത് മിന്താനത്തരുണിയിലൊരു പിരിയുളമതിലെളിയുവതായി എരിത്ത് കതിത്ത് കതിപതിനാലെ ഉരയിത്ത് യൂസുഫ് സുതുക്കതിനാലെ അരശനു ഹരമ അവസരം ദുരമ അരശരം മികമ അവരകന്നതമ അളുതവർ മോളിന്തിടലായി അഹദിന വെളിത്തുറയായി ചിന്താര ചെങ്കതിർ ചുണ്ടരി ചിങ്കരിയാൾ സുലൈഹാബി ചെന്താരക്കുഴലിലിഷ്കിൻ ബഹറല കുതി കുതിച്ചേ മന്ദാരം പിന്തിടും ചന്തമിൽ മുന്തി നികന്തൊളി യൂസുഫുറന്നബി മതിമാനിൽ മതിത്ത ബിന്തദ ശഹ്ബത്തൽ മദം പുളച്ചേ മതിമാനിൽ മതിത്ത ബിന്തദ ശഹ്ബത്തൽ മദം പുളച്ചേ മതിമാനിൽ മതിത്ത ബിന്തദ ശഹ്ബത്തൽ മദം പുളച്ചേ. മാത്രം ഇവിടെ ആദം കൊടുവള്ളി ആലപിച്ചു. പള്ളിപ്പറമ്പിലെ കള്ളിച്ചെടികൾക്കുള്ളിലായി ഞാനൊരു കല്ലറ കണ്ടിട്ടെന്നുടെ കൽബ് നീറുകയായി. മുള്ളിൻ മുനകൾ ഉള്ളിൽ തറച്ചൊരു നൊമ്പരമായി എന്നുടെ ഉള്ളം പിറന്ന് കണ്ണ് നിറഞ്ഞ് തുളുമ്പുകയായി. നാട്ടുകാർക്കും ഇതിൽ പങ്കെടുത്ത കഥാപ്രസംഗത്തിന്റെ കുലപതി 70 വർഷമായി ആദംഖാന്റെ കഥാപ്രസംഗം ഞാൻ കേൾക്കുന്നു. 60-ലധികം വർഷമായി കഥാപ്രസംഗത്തിന്റെ കുലപതിയായ ആദം കൊടുവള്ളിക്കും യുവ എഴുത്തുകാരൻ ഫസൽ കൊടുവള്ളിക്കും ഒക്കെ കൊടുവള്ളിയാണ്. പിന്നെ എൻ്റെ എല്ലാ സുഹൃത്തായ എല്ലാമായ അബൂബക്കർ എളേറ്റിനും കുട്ടിയസൻ കാഞ്ഞിരമുക്കിനും കൂടാതെ അതിലുപരിയായി ഈ വീട്ടുകാർക്ക് ഞങ്ങൾ നന്ദി അറിയിച്ചുകൊണ്ട് ഈ അനുസ്മരണ പരിപാടിയുടെ അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.